രാജപ്പൻ വയലിൽ. സുപ്രഭാത രാജപ്പൻ എല്ലാ മാസവും ചതയത്തിലൂടെ നോർമൽ പരിപാടി ഉള്ളതാണ്. എല്ലാവരും കൂടി ചേർന്ന് ഇരിക്കുക. ഇതുപോലെ എല്ലാവരും പങ്കുകൊള്ളണമെന്നൊരു അഭ്യർത്ഥന. തീർച്ചയായും നമ്മുടെ ഇതിനകത്ത് ഈ ശാഖയിലുള്ളവരെല്ലാം ചതയത്തിന്റെ അന്ന് അന്വേഷിച്ചെങ്കിലും വരണം. എല്ലാ മാസവും ചതയമുണ്ട്. ചതയാഘോഷവും ഇവിടെ അന്നദാനമുണ്ട്. ഉച്ചയ്ക്ക് എല്ലാ മാസവും അന്നദാനമുണ്ട്. ഇന്ന് എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എൻ്റെ ബർത്ത്ഡേ സംബന്ധിച്ച് 86-ാം വയസ്സിലോട്ട് കയറുന്നു. അതിന്റെ ഒരു എല്ലാ വർഷവും നടത്തുന്ന ഒരു ദിവസം ഫുൾ ചെലവ് എല്ലാ വർഷവും എല്ലാ വർഷവും ഉള്ളത്. ഇന്ന് ചതയത്തിന് എല്ലാം കൂടെ ഒത്തുകിട്ടി. ചതയം ബർത്ത്ഡേയും കൂടി ഇന്നങ്ങ് ആഘോഷിക്കുകയാണ്. നമ്മുടെ SNDP 289 നമ്പർ അല്ലേ? SNDP ശാഖയില് ഇന്ന് ബർത്ത്ഡേ ചതയ ഗുരുവാന്റെ ചതയം കൂടെ എല്ലാം കൂടെ ഇന്ന് സുപ്രഭാതൻ രാജപ്പൻ വയലിൽ. സുപ്രഭാത രാജപ്പൻ അതല്ലേ. പിന്നെ വേറെ എന്തുണ്ട് ഇന്ന് പരിപാടി? ഇല്ല, ഇന്ന് ഇപ്പൊ വൈകിട്ട് അവർക്ക് വായന കറക്കൽ നിഷ്ഠ എല്ലാം കൊടുത്തിട്ട് അവര് പോകും. കുഴപ്പമില്ല. ഇന്നത്തെ പരിപാടി ഇതുകൊണ്ട് തീർന്നു. വൈകിട്ടൊന്നും ഇല്ല. ഉച്ചക്കൽ തൂണ് അല്ല. അത് എല്ലാ ദിവസവും ഉള്ളതാ. അത് എങ്ങനെ ഈ ചതയത്തിന് സാധാരണ ഇവിടെ എല്ലാ മാസവും ചതയത്തിനിവിടെ നോർമൽ പരിപാടി ഉള്ളതാ. എല്ലാവരും കൂടി ചേർന്ന് ഇരിക്കുക. ഇതുപോലെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുക, ഉണ്ടാക്കുക. അങ്ങനെ ഒരു ഗുരുവിന്റെ ഒരു ഇത് അവിടെ മുടങ്ങാതെ നടക്കുന്നുണ്ട്. ഇത് വന്ന നാള് മുതൽ ഈ SNDP വന്ന നാള് മുതൽ ഇവിടെ ഇങ്ങനെ മുടങ്ങാതുള്ളതാണ്. എല്ലാ മാസവും ചതയത്തിന് അന്നദാനവും വായനയും ഗണപതി ഹോമം മറ്റേ എല്ലാം ഉണ്ട്. ഇത് ഞങ്ങളുടെ പുതിയോള വടക്ക് SNDP 289 നമ്പർ ശാഖയില. അന്നേരം ഇന്നത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച ആളായിരിക്കുന്നു. പേരെന്താന്ന് പറഞ്ഞു? സുപ്രഭാതൻ രാജപ്പൻ അറിയപ്പെടുന്നത് വയലില്ല അല്ലേ? വീട്ടുപേര് വയലില്ല. എന്നെ ക്ഷണിച്ച് ഇന്നത്തെ വീഡിയോ അന്നേരം ഇതായിരിക്കും നമ്മുടെ ശാഖയില്. അന്നേരം എല്ലാവർക്കും നല്ല മാത്രം വരട്ടെ എന്ന് ഗുരുദേവന്റെ നാമത്തിൽ അറിയിക്കുന്നു. എല്ലാവരും പങ്കുകൊള്ളണമെന്നൊരു അഭ്യർത്ഥന. തീർച്ചയായും നമ്മുടെ ഇതിനകത്ത് ഈ ശാഖയിലുള്ളവരെല്ലാം ചതയത്തിന്റെ അന്ന് അന്വേഷിച്ചെങ്കിലും വരണം. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഇപ്രാവശ്യം ചെയ്യുന്നത്. എല്ലാവരും വരണം. നല്ല കാര്യങ്ങൾ നമ്മൾ പത്തര അറിയിക്കണമല്ലോ അല്ലേ? അതിനുവേണ്ടിയാണ് ഈ പ്രാവശ്യം ഇങ്ങനെ ചെയ്തത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കണം. നമ്മുടെ നാട്ടുകാർ എല്ലാ അംഗങ്ങളും എല്ലാ വീട്ടുകാരും സഹകരിക്കണം. എല്ലാ മാസവും ചതയത്തിന് നിന്നില സ്വന്തമാകണം. അന്നവസ്ത്രാലി മുട്ടാതെ തന്നുരക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ